യെരൂശലേം വീതിയിൽ മുഴങ്ങിക്കേട്ട ഹോശന്ന വിളികൾ സ്തുതിപാടലിനും അപ്പുറം ഒരു നിലവിളിയാണ്. ഇപ്പോൾ രക്ഷിക്ക എന്ന നിലവിളി. അതിന് പിന്നിൽ ആ കഴുതക്കുട്ടിയുടെ പുറത്തേറി വരുന്നവനോടുള്ള സ്നേഹവും ആദരവും പ്രത്യാശയുമാണ് ഉള്ളത്. പിന്നീട് ഇതേ വീതി തന്നെ ഇവനെ ക്രൂശിക്ക എന്ന വിദ്വേഷത്തോടും പകയോടും ആക്രോശിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ഭാഷ നിലനിന്ന ഇതേ ഇടം വിദ്വേഷത്തിൻ്റെ മറ്റൊരു തലമായി മാറിയത്? ജനങ്ങളെല്ലാവരും യേശുവിൽ ആകൃഷ്ടരായപ്പോൾ ഭരണകൂടം വെറുപ്പിൻ്റെയും പകയുടെയും വിദ്വേഷം വിഷത്തെ കണക്ക് ഇവരിലേക്ക് പകർന്നതായിരുന്നു. ഈ നോമ്പ് നാളുകളിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നല്ല ഇടങ്ങളാകുന്ന നമ്മുടെ ജീവിതത്തെ വെറുപ്പിൻ്റെ വിദ്വേഷം പകരുന്ന വിഷം പകരുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കാം.